ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഇല, ഇതിന് എന്തോ രമ്പയില എന്ന് എന്തോ പറയുന്നത്. ഇത് നല്ല മണം, ബിരിയാണിയുടെ മണം. ആ ഇല തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ശകലം കറുകപ്പട്ട, ഗ്രാമ്പൂ, ഒരു പകുതി തക്കോലം, 2-3 ഏലക്ക ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഒന്ന് തിളയ്ക്കാൻ, തിളച്ച് വരട്ടെ. നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ പുഴുങ്ങി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണേ. ഒരു 1.25 കപ്പ് കാണും. ഇതൊന്ന് വെന്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ഞാനൊന്ന് അരച്ചിട്ട് വരാം. ഒരു കടായി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണേലും ചേർക്കാതെ, നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം ചേർത്താൽ മതി. അതിലേക്ക് ഒരു തക്കോലം, ഇത് മുറിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട് 2 പീസ് കറുവപ്പട്ട, ഒരു 3-4 ഏലക്ക, 5-6 ഗ്രാമ്പു, ഇച്ചിരി സാജീരകം എന്ന് പറയും, ബിരിയാണിയുടെ ഒരു ജീരകമാണ് സാജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതൊന്ന് ചൂടായി ഒരു നല്ല മണം വരുമല്ലോ, അന്നേരം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടൈപ്പ് 2 സവാള അരിഞ്ഞതാണ്. മീഡിയം ടൈപ്പിൽ ഇത്തിരി കൂടെ വലുത്. നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്തെടുക്കാനാണ്. അതൊന്ന് വഴറ്റിയെടുക്കാം. ചുമന്നൊന്നും എടുക്കണ്ട, ബ്രൗൺ നിറമൊന്നും ആകണ്ട. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് വഴറ്റാം. ഒത്തിരി വേണ്ട, നമ്മൾ പൊട്ടറ്റോയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, ചോറിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ഇടാൻ. നമുക്ക് അല്പനേരം അത് മൂടി വെച്ച് കൊടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിനകത്ത് പച്ചമുളക് അരച്ച് വെച്ചില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയേ, 1 ടീസ്പൂൺ മതി. അതിലേക്ക് നമുക്ക് ആ പൊട്ടാറ്റോ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആവട്ടെ. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഞാനതൊന്ന് ഊറ്റിയെടുക്കട്ടെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പച്ചമണം മാറി വരട്ടെ, ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഈ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു വലിയ തക്കാളി ഒരെണ്ണം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ്, സാമാന്യം നല്ല വലിപ്പമുള്ളതായിരുന്നു. അത് നല്ല സോഫ്റ്റ് ആവട്ടെ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ഈ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്, ജാറിൽ ചേർത്ത് കൊടുക്കും. വെള്ളം ഒന്നും ചേർക്കരുത്. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മൾ കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ നിറം മാറി വരുമ്പോഴത്തേക്ക് ഈ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി നിറയെ ഉണക്കിയാക്കി കിസ്മിസ്, അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് അളവൊന്നുമില്ല കേട്ടോ, അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണേൽ കുറവ് ചേർക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ സവാളയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില കുറച്ചേ ഉള്ളേ, അതും കൂടി ഇട്ട് കൊടുക്കും. കിഴങ്ങ് നമ്മൾ പുഴുങ്ങി വെച്ചെങ്കിൽ ഉപ്പിട്ടാ പുഴുങ്ങിയതെങ്കിൽ അതിന് ഉപ്പ് പോരാ കേട്ടോ, ഇത്തിരി കൂടെ വേണം. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കും. ഇതിലേക്ക് നമുക്ക് ആ പൊട്ടാറ്റോ വറുത്ത് വെച്ചതും കൂടി ഇടാം. ഒത്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലിട്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിപ്പം അങ്ങനെ ചെയ്തില്ല. ഈ കിഴങ്ങിലെ എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ, അതുവരെ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിമ്മിലിട്ടുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ചോറിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചോറ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, പാത്രം ചെറുതാണ്, കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അമക്കി വെച്ചെടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യുന്നതിന് മാത്രമല്ല ഒരു ടേസ്റ്റുമാണ്. ആ ഉള്ളി വറുത്ത് വെച്ചത് കിട്ടും. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ വളരെ സിമ്മിലിട്ടുകൊണ്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. വേണമെങ്കിൽ അടിയിലൊരു പഴയ ദോശക്കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ ചൂടാക്കിയിട്ട് സിമ്മിലിട്ടുകൊണ്ട് അതിൻ്റെ മേളിൽ ഈ പാത്രം വെച്ച് കൊടുത്താലും മതി. ഒരു 5 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് ഇത്തിരി ഗരം മസാലയും കൂടെ തൂക്കി കൊടുക്കാം. നമുക്ക്
ഞാൻ ഉണ്ടാക്കി വെച്ച ഗരം മസാലയാണ്. ഞാൻ മറന്നുപോയി ആദ്യം പറയാൻ. അതാ കിഴങ്ങുണ്ടാക്കിയപ്പോൾ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്ര താമസം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് ഇത് കുടഞ്ഞിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാവേ. പിന്നുണ്ടല്ലോ, ഞാൻ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട കൂട്ടത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ശകലം മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. അത് എടുത്തപ്പോൾ വീഡിയോ ഓഫായിപ്പോയി, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ലേ. പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള പൊട്ടാറ്റോ ബിരിയാണിയാണ്. ചിക്കനൊക്കെ പുറകെ നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ.